പത്തനംതിട്ടയിൽ 6 വർഷം മുൻപ് മരിച്ച ആളുടെ പേരിൽ വോട്ട് ചെയ്തു എന്ന് പരാതി. കാരിത്തോട്ട സ്വദേശി അന്നമ്മയുടെ പേരിൽ മരുമകൾ അന്നമ്മ വോട്ട് ചെയ്തു എന്നാണ് പരാതി. ഉള്ളന്നൂർ സ്വദേശിനി ജയ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? സ്മൃതി, 6 വർഷം മുമ്പ് മരിച്ച 94 വയസ്സുള്ള അന്നമ്മ എന്ന സ്ത്രീയുടെ പേരിൽ കള്ളവോട്ട് ചെയ്തു എന്നാണ് പത്തനംതിട്ട കാരിത്തോട്ടയിൽ നിന്നും ഇപ്പോൾ ഒരു പരാതി വന്നിരിക്കുന്നത്. കാരിത്തോട്ട സ്വദേശിനിയായിട്ടുള്ള ജയ എന്ന സ്ത്രീയാണ് ഇപ്പോൾ ജില്ലാ വരണാധികാരിക്ക് ഈ ഒരു വിഷയത്തിൽ പരാതി കൊടുത്തിരിക്കുന്നത്. അവർ പരാതിയിൽ പറയുന്നത്, അന്നമ്മ എന്ന് പറയുന്ന 6 വർഷം മുമ്പ് മരിച്ച ആൾക്ക് 94 വയസ്സുണ്ട്. അതേ വീട്ടിൽ തന്നെ, അതേ മേൽവിലാസത്തിൽ തന്നെയുള്ള ഇവരുടെ മരുമകൾ അന്നമ്മ, അവരുടെ പേരും അന്നമ്മയാണ്. പക്ഷേ അവർക്ക് 64 വയസ്സാണ് പ്രായം. ആ അന്നമ്മ വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അത് ഈ 94 വയസ്സുള്ള അന്നമ്മയുടെ പേരിലുള്ള വോട്ടാണ് മരുമകളായിട്ടുള്ള അന്നമ്മ ചെയ്തു എന്ന് ഈ ജയ എന്ന പരാതിക്കാരി നൽകിയ പരാതിയിൽ പറയുന്നു. ഈ പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ജില്ലാ വരണാധികാരി ഈ പരാതി നൽകിയ ആളെയും ഒപ്പം തന്നെ BLO അമ്പിളി, അവരാണ് ഈ വോട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഹാജരായിരുന്നത്, അവരുടെ വീട്ടിൽ ഹാജരായിരുന്നത്. ആ ഉദ്യോഗസ്ഥയെയും വിളിച്ച് വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ ജയ എന്ന പരാതിക്കാരി കൃത്യമായും പറയുന്നത് ഇത് കള്ളവോട്ട് തന്നെയാണ്, മനഃപൂർവ്വം മരിച്ച ആളുടെ പേരിൽ ഒരു വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതേസമയം BLO അമ്പിളിയുടെ വിശദീകരണം വന്നിരിക്കുന്നത്, അവിടെ അവർ കിടപ്പ് രോഗിയാണ്. 64 വയസ്സുള്ള അന്നമ്മ എന്ന് പറയുന്ന സ്ത്രീ കിടപ്പ് രോഗിയാണ്. ഈ 94 വയസ്സുള്ള അന്നമ്മയുടെ കാര്യം അവർക്ക് അറിയില്ല എന്ന് പറയുന്നു. കിടപ്പ് രോഗിയായിട്ടുള്ള 64-കാരിയുടെ വോട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനാണ് പോയത്. ഇപ്പോൾ കിടപ്പ് രോഗിയാണ്, വീട്ടിൽ വോട്ട് എന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ അവിടെ ചെന്നു. പക്ഷേ ഈ സീരിയൽ നമ്പറിൽ ഒരു വ്യത്യാസം വന്നു. അത് തനിക്ക് പറ്റിയ അബദ്ധമാണെന്ന് തന്നെ ഈ BLO അമ്പിളി തുറന്ന് സമ്മതിക്കുന്നുണ്ട്. സീരിയൽ നമ്പറിൽ വ്യത്യാസം വന്നു. ഈ അന്നമ്മയുടെ 94 വയസ്സുള്ള അന്നമ്മയുടെ ക്രമ നമ്പർ 874 ബൂത്ത് നമ്പർ 144 പക്ഷേ 65 വയസ്സുള്ള അന്നമ്മയുടെ ക്രമ നമ്പർ 876 അതായത് 874 876 അടുത്തടുത്തുള്ള നമ്പറുകൾ. ആ ക്രമ നമ്പറിൽ വ്യത്യാസം വന്ന് വോട്ട് രേഖപ്പെടുത്തി. അത് തനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് എന്ന് ഈ BLO അമ്പിളി തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ജില്ലാ വരണാധികാരിയുടെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. 2 രീതിയിലുള്ള ആരോപണങ്ങളും വരുന്നുണ്ട്. ഒന്ന്, കള്ളവോട്ട് ചെയ്തു തന്നെ ഈ പരാതിക്കാരി ഉറപ്പിച്ച് പറയുന്നു. മറ്റൊന്ന്, ഇവർ കിടപ്പ് രോഗിയല്ല, അതായത് പാലിയേറ്റീവ് ലിസ്റ്റിൽ ഈ 64 വയസ്സുള്ള അന്നമ്മയുടെ പേരില്ല എന്ന് പറയുന്നു. പക്ഷേ അവർ അസുഖം ബാധിച്ച് കിടപ്പിലാണ് എന്നാണ് വീട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ജില്ലാ വരണാധികാരി ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട്. BLO അമ്പിളിയിൽ നിന്നും മൊഴി എടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ പരാതിക്കാരിയിൽ നിന്നും മൊഴി എടുത്തിട്ടുണ്ട്. സ്മൃതി. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.